അസ്സലാമു അലൈക്കും. മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹ്യ് എഴുതിയിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി മുർത്തദ്ദായി മുശ്രിക്കീങ്ങളുടെ കൂടെ ചേർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പ്രയാസമായി. നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ അർള ലാ തഖ്ബലുഹു, ഒരു ഭൂമി അദ്ദേഹത്തെ സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പോൾ അനസ് റളിയല്ലാഹു പറയാണ്, അബൂ ത്വൽഹ എന്നോട് പറഞ്ഞു, ഞാൻ ആ മനുഷ്യൻ അന്ന് മുർത്തദ്ദായി നബി തങ്ങൾ അദ്ദേഹത്തിനെതിരെ ദ്വാരുന്നല്ലോ, അപ്പോൾ ആ മനുഷ്യനെ മറവ് ചെയ്ത സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഞാൻ കണ്ടൊരു അത്ഭുത കാഴ്ച. അദ്ദേഹത്തിൻ്റെ ശരീരം ഖബറിൽ നിന്നും പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ആ നാട്ടുകാരോട് ചോദിച്ചു, അല്ല എന്താണ് ഇദ്ദേഹത്തെ നിങ്ങൾ മറവ് ചെയ്യാത്തത്? ഇദ്ദേഹത്തിൻ്റെ ശരീരം എന്താ ഭൂമിയുടെ പുറത്താണല്ലോ കാണുന്നത്, എല്ലാവരും ഭൂമിയുടെ ഉള്ളിലാണല്ലോ കാണുന്നത്, അതെന്താ സംഭവം ചോദിച്ചപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു, ഇദ്ദേഹത്തെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മറവ് ചെയ്തതാണ്. എങ്ങനെ മറവ് ചെയ്ത് പോയി തിരിച്ചു വരുമ്പോൾ ആ ഖബർ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ എടുത്തെറിഞ്ഞിട്ടുണ്ടാവും പുറത്തേക്ക്. വീണ്ടും ഞങ്ങൾ ചെല്ലും മറവ് ചെയ്യും, പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരം ഖബർ പുറത്തേക്ക് എറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പതിവാക്കിയപ്പോൾ ലാസ്റ്റ് ഞങ്ങളും മെയിൻ ചെയ്യാതെ ആ ഭൂമുഖത്തിട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നാണ്, ലാ തഖ്ബലുഹു ഇന്നൽ അർള ലാ തഖ്ബലുഹു, അർളനെ സ്വീകരിക്കൂല, ഭൂമിയെ സ്വീകരിക്കൂല. അതേപടി അദ്ദേഹത്തിന്റെ ശരീരം ഭൂമി സ്വീകരിച്ചില്ല. മറ്റൊരു സംഭവം കാണാം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ മേൽ ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് കച്ചകെട്ടി പറഞ്ഞാൽ അവൻ്റെ ഇരിപ്പിടം, അവൻ്റെ പാർപ്പിടം നരകമാണ്. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു. ഒരു ദിവസം ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹം ജനങ്ങളോട് നബി തങ്ങൾ പറയാത്ത കാര്യങ്ങൾ നബി തങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് കളവ് പരത്തി. ഇത് നബി തങ്ങൾ അറിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് എതിരായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പിന്നീട് അദ്ദേഹത്തെ മരിച്ച നിലയിലാണ് ജനങ്ങൾ കാണുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വയറ് രണ്ട് പിളർപ്പായി വയറ് പൊട്ടിയ നിലയിലാണ് കാണുന്നത്. അദ്ദേഹത്തെ എത്ര മറവ് ചെയ്താലും ഭൂമി അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല, പോയി പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സംഭവം ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ജനാസക്കരികിൽ ഒരുമിച്ച് കൂടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ നാട്ടിൽ ഒരു 70 വയസ്സിനേക്കാൾ പ്രായമുള്ള ഒരു യഹൂദി ഉണ്ടായിരുന്നു. ആ യഹൂദി എവിടുന്നോ വലിയൊരു സൗണ്ട് കേട്ടു. എന്താണ് സൗണ്ട് എന്നറിയാൻ വേണ്ടി അദ്ദേഹം വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത ആൾ മരിച്ച് ആ മഹാന്റെ അടുത്ത് ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ യഹൂദിയായ മനുഷ്യൻ എന്താണ് സൗണ്ട് കേട്ടതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി സഹ്ൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ ജനാസക്കരികിൽ വന്നിട്ട് മഹാനവറുകൾ അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു, അതറൗന മാ അറ, അവിടെ ഇരിക്കുന്ന ജനങ്ങളോട് വിളിച്ചു പറയാണ്, ഓ ജനങ്ങളെ, ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞില്ല, ഞങ്ങളാരും കാണുന്നില്ല, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. മത തറ, എന്താ നിങ്ങൾ കാണുന്നത് ചോദിച്ചാൽ യഹൂദിയോട്, ഈ മുസ്ലിങ്ങളായ മനുഷ്യന്മാരൊക്കെ. അപ്പൊ യഹൂദിയായ മനുഷ്യൻ പറയണേ, അറ അഖ്വാമൻ യൻസിലൂന മിനസ്സമായി യതമസ്സഹൂന ബിൽ ജനാസ, ഞാനൊരു വിഭാഗം ആളുകൾ കാണുന്നുണ്ട്, ഒരു ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, അവർ ഈ ജനാസയെ ഇങ്ങനെ തലോടി കൊടുത്ത് ആശ്വസിപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്ന് ഈ യഹൂദി പറഞ്ഞു. അപ്പൊ മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു വലിയ ദാക്കിറായ മനുഷ്യനായിരുന്നു. ചെറുപ്പത്തിലെ ദിക്റിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്ന ആളായിരുന്നു. അപ്പൊ അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ മലക്കുകൾ ആശീർവാദം കൊടുക്കുകയാണ്. ഈ സംഭവം കണ്ട യഹൂദി ഉടനെ തന്നെ ഷഹാദ് കലിമ ചൊല്ലുകയും മുസ്ലിം ആവുകയും നല്ല രൂപത്തിൽ മുസ്ലിമായി ജീവിക്കുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.